ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് ബർഗർ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചുമ്മാ കുറച്ച് ചോദിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മുട്ട എടുക്കാം, അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ നാളെ പഠിച്ചാൽ നിന്നിട്ടാ. പക്ഷേ എന്തായാലും പൊളി സാധനമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്യാം. മിക്സാണല്ലോ മെയിൻ. കുറച്ചധികം നേരത്തെ മിക്സിങ് ശേഷം നേരെ ചെന്ന് മുളക് പൊടി എടുത്തുകൊണ്ട് ഓടി വന്നു. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മൾ മിക്സ്. അങ്ങനെ കുറച്ചധികം നേരത്തെ മിക്സിന് ശേഷം ചിക്കൻ പൊടി ഇടുക, അഥവാ ചിക്കൻ മസാല എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ബണ്ണൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ സ്റ്റൗ കത്തിക്കാം. പിന്നെ സവോള തപ്പിയെടുക്കാം. സവോള അവിടെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം വീണ്ടും അതിനുശേഷം സവോള മുറിക്കുന്നത് കാണിക്കുന്നില്ല എന്നാലും. പിന്നെ വീണ്ടും നമുക്ക് ബട്ടർ ഇടാം. നമ്മുടെ മെയിൻ സാധനം ബണ്ണില്ലാതെ നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കുമോ? ഇല്ല. ബണ്ണില്ലാതെ ബർഗറും ഇല്ല. അപ്പം നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ ബണ്ണിടണം. ബണ്ണിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചു. പക്ഷേ മറിച്ചിടുമ്പോൾ കിടിഞ്ഞും പോയി. എന്നാൽ ശ്രദ്ധ ഇവിടെ പോയി. പോട്ടെ, നമുക്കതൊക്കെ ഞാൻ ക്ലീനാക്കിക്കോളാം. പിന്നെ അത് എണ്ണ വെച്ചു. എണ്ണയാണ് എനിക്കിഷ്ടം. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞ് മറിച്ചിടുമ്പം എനിക്ക് മറിച്ചിടാൻ കുറച്ച് ശ്രദ്ധ കുറവാണ്. അതുകൊണ്ട് കുറച്ച് താജ്മഹൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഒണിയൻ വെച്ചു, അത് വെച്ചു, ഇത് വെച്ച് മുട്ട വെച്ച് അതൊക്കെ വെച്ചു. എനിക്ക് തക്കാളി കണ്ടുകൂടാ, കാര്യം എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഒരു ഡെക്കറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് തക്കാളിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കാണിച്ചു. പിന്നെ തക്കാളിയും കൂടെ വെച്ചു. കരിഞ്ഞു പോയ ബ്രെഡ് കാണുമ്പോൾ എനിക്ക് എന്താ പോലെ. പിന്നെ കഴിച്ചു നോക്കണമല്ലോ. വാവ്, എന്നെ പൊന്നോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഫുഡ് കാണിക്കുന്നത്. പിന്നെ കഴിക്കുന്ന കുറച്ച് ഷോയി കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കഴിച്ചോ? സൂപ്പർ. വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം.